ഹായ്, നമസ്കാരം. നമുക്ക് ചില സാഹചര്യങ്ങളിൽ നല്ല ചില ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ ഭാവിയിൽ നമുക്ക് നല്ല ലീഡേഴ്സായിട്ട് വരേണ്ട ആളുകളെ നമ്മൾ നമ്മുടേതായ ക്ഷമയില്ലാത്തത് കൊണ്ട് നമുക്ക് നഷ്ടപ്പെടാറുണ്ട്. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ആദ്യത്തെ തവണ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു എക്സൈറ്റ്മെൻറ്റോട് കൂടി നമ്മൾ അവരോട് നമ്മുടെ ബിസിനസ്സിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ നമ്മളുടെ ആ ബിസിനസ്സിലേക്ക് നമ്മൾ ക്ഷണിക്കുമ്പോൾ അവർ ചിലപ്പോൾ നിരസിക്കാറുണ്ട്. മാത്രമല്ല ചില ആളുകൾ ചിലപ്പോൾ പറയും സാമ്പത്തിക പ്രശ്നങ്ങൾ പറയും. അതല്ലെങ്കിൽ ചിലപ്പോൾ അവർ നമ്മളോട് നല്ല രീതിയിലല്ലാതെ ഒരു ബിഹേവിയറൊക്കെ ഉണ്ടാവും. പക്ഷേ നമുക്കപ്പോൾ ആ ഒരു ഫീലിങ്സോട് കൂടിയിട്ട് നമ്മൾ അവരെ റിജക്റ്റ് ചെയ്യും. സ്വാഭാവികമായിട്ടും ഒരു പ്രൊഫഷണൽ സെയിൽസ് എന്ന് പറയുന്നത് നമുക്ക് രണ്ടോ മൂന്നോ തവണ അപ്രോച്ച് ചെയ്യുമ്പോഴാണ് ഒരു ക്വാളിറ്റിയുള്ള ഒരു നല്ലൊരു ലീഡർ കാറ്റഗറിയിലുള്ള ആളുകളൊക്കെ നമ്മളുടെ ബിസിനസ്സിലേക്ക് വരുന്നത്. പക്ഷേ നമ്മളുടെ ഇൻഎക്സ്പീരിയൻസ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ക്ഷമയില്ലായ്മ കൊണ്ടോ ഒരൊറ്റ തവണയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, അവർ വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നീട് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാത്തൊരു സാഹചര്യം വരുന്നു. അതൊരിക്കലും ഈ ബിസിനസ്സിൽ ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മിനിമം ഒരു 3 അപ്രോച്ചെങ്കിലും ചെയ്യാതെ നമ്മൾ ഒരാളെ പോലും റിജക്റ്റ് ചെയ്യരുത്. ശരിക്കും നല്ല ലീഡേഴ്സായിട്ട് വരാവുന്ന ആളുകൾ ചില ആളുകൾ ചിലപ്പോൾ പതുക്കെ ആലോചിച്ചിട്ടൊക്കെയാണ് ബിസിനസ്സിലേക്ക് വരുള്ളൂ. പക്ഷേ ഈ ഓരോ അപ്രോച്ചിലും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അവർക്ക് ആവശ്യമുള്ള ഏതെങ്കിലും ഒരു ചെറിയ പ്രോഡക്റ്റെങ്കിലും സെയിൽസ് ചെയ്യാം എന്ന് മാത്രമല്ല, അത് അവർ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അവർക്ക് കിട്ടുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി, നമ്മുടെ പ്രോഡക്റ്റിൽ നിന്ന് അവർക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ, അത് പിന്നീട് നമ്മൾ ഓരോ തവണ വരുമ്പോഴും നമ്മളിലേക്കുള്ള ഒരു ഇൻട്രസ്റ്റ് വർദ്ധിപ്പിക്കാനും നമ്മളിലേക്കുള്ളൊരു വിശ്വാസ്യത വർദ്ധിപ്പിക്കാനും സാധിക്കും. ഇനി നോ മണി എന്നവർ പറയുമ്പോൾ നമ്മൾ പലപ്പോഴും എന്താണ്, അയ്യോ അവൻ്റെ കയ്യിൽ പൈസ ഇല്ല, അങ്ങനെയല്ല. അപ്പോൾ പൈസ ഇല്ല എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ഭാവിയിൽ പൈസ ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടാവണമെന്നില്ലല്ലോ. മാത്രമല്ല ആ സാഹചര്യത്തിൽ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരിക്കില്ല. ഇനി നമുക്ക് ആ സമയത്ത് നമ്മളുടെ ഒരു സാഹചര്യം കൂടിയും പറഞ്ഞു കൊടുത്ത് നമ്മളുടെ ഇങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് തുടക്കകാലത്ത്. ഞാനും നിങ്ങളെപ്പോലെ ഈ ഒരു പൈസയുടെ പ്രോബ്ലം തന്നെയായിരുന്നു അനുഭവിച്ചത്. എന്നിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത ആ ഒരു രീതി, നമ്മുടേതായ അനുഭവം, ആ ഒരു സ്റ്റോറി നമ്മൾ പറയുമ്പോൾ അവർക്കത് ചിന്തിക്കാനും, മാത്രമല്ല എന്ത് പർപ്പസാണ് ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നത്, ഇന്ന് ആ പർപ്പസ് ഞാൻ ഫുൾഫിൽ ചെയ്യാനുള്ള കാരണം ഈ ഒരു ക്രൈസിസിൽ ഞാൻ എടുത്തൊരു തീരുമാനമാണ്. ഇങ്ങനെ പറയുന്നത് അവരിലേക്ക് ഒരു സ്വാധീനം ചെലുത്താനും പതുക്കെ അവർ നമ്മുടെ ബിസിനസ്സിലേക്ക് വരാനും നാളെ അവരെ നമുക്ക് നല്ലൊരു ലീഡറാക്കി മാറ്റാനും സാധിക്കും. ഏറ്റവും കൂടുതൽ ടഫായി കിട്ടുന്ന സെയിൽസുകളാണ് കൂടുതൽ സ്മൂത്തായിട്ടുള്ള ബിസിനസ്സായിട്ടും ഭാവിയിൽ നമ്മുടെ നല്ല ലീഡേഴ്സായിട്ടും മാറുന്നത്. സോ ഒറ്റ വിസിറ്റിലൊന്നും നമ്മൾ ഒരിക്കലും ഒരാളെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഇറ്റ് വിൽ ടേക്ക് ടൈം. ക്ഷമയോട് കൂടിയിട്ട് നമ്മൾ അവരെ കാണാൻ തയ്യാറാണെങ്കിൽ 2 3 തവണ നമ്മൾക്ക് ആ ഒരു വിസിറ്റ് വരുമ്പോഴേക്കുമാണ് നമുക്ക് അവരെ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാനും അവർക്ക് നമ്മളെ ഉൾക്കൊള്ളാനും സാധിക്കുന്നത്. അത് നമ്മുടെ വലിയൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു ബിസിനസ്സായിട്ട് മാറും എന്നതാണ് എനിക്ക് പറയാനുള്ളത്. വീണ്ടും നമുക്ക് പുതിയ ടിപ്സൊക്കെ ആയിട്ട് വരാം. താങ്ക് യു.